നിങ്ങളുടെ സ്വിമ്മിങ്ങിന്റെ കരാട്ടയുടെ കാര്യത്തിൽ ഒരു തീരുമാനമില്ല, രണ്ടുപേരും പോകില്ല. ഇതെന്ത് കഷ്ടമായത്. അതെ, ഈ സ്വിമ്മിങ്ങും കരാട്ടയൊക്കെ പഠിക്കാനായിട്ട് ഒരു എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമെന്ന് നോക്കണം കേട്ടോ. കിട്ടും. ബാങ്ക്സ് ബുക്ക് ഉണ്ടോ? അല്ല നെയിം സ്ലിപ്പ് കൊണ്ട് കൊടുത്താൽ ലോൺ കിട്ടും. ബാങ്ക്സ് ബുക്ക് ഉണ്ടോ? അല്ല നെയിം സ്ലിപ്പ് കൊണ്ട് കൊടുത്താൽ ലോൺ ഇനി എന്തിനാണ് അരിയൊക്കെ അച്ഛൻ ബിരിയാണി ഓർഡർ ചെയ്യാ? ഇപ്പൊ ഓർഡർ ചെയ്യാം. നീ എന്താ വിഷമിച്ചിരിക്കണേ? നിനക്കെന്ത് ആറാമത്തെ കൊച്ചിനെ തള്ളയെന്ന് പറയാൻ പറ്റാൻ നടക്കണ അല്ലേ? 6 എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നും കൂടി ഉണ്ടാവുന്നെങ്കിലും വോളിബോൾ ടീമിനെ ക്രിയേറ്റ് ചെയ്യാറുന്നല്ലോ. എന്തിനു നോക്കിട്ട് ഒരു സെവൻസ് ഫുട്ബോൾ ടീം ഉണ്ടാക്കാം. സമയമാവട്ടെ, ചോറിന സമയമാവട്ടെ. എന്തിനു നോക്കിട്ട് ഒരു സെവൻസ് ഫുട്ബോൾ ടീം ഉണ്ടാക്കാം. സമയമാവട്ടെ. അച്ഛാ കുറച്ച് മരുന്ന് ഒഴിച്ചാ അച്ഛാ. എന്റെ പൊന്നു മക്കളെ, നീ വലിയ കുട്ടി ആയില്ലേ? തന്നെ തന്നെ തൊഴി. അത് കറക്കുള്ളതാണേ, അത് കറക്കുള്ളതാണ്. ഓ, ഞാൻ വിചാരിച്ചു കളിക്കാനുള്ള. ഇത് കാലിലെന്തോ ഇത് മഴയത്ത് ചെരുപ്പില്ലാതെ പുറത്തു പോയുള്ള ചെളി മുഴുവൻ ചവിട്ടി തേച്ച് തറ മുഴുവൻ വൃത്തികേടാക്കി. അല്ല, ഞാൻ ചെരുപ്പിട്ടിട്ടാണ് പോയത്. എന്നിട്ടാണോ ചെളി മുഴുവൻ തറ വന്നത്? അത് ഞാൻ കഴുകിയപ്പോ ചിലപ്പോ ചെരുപ്പിലുള്ള ചെളി എന്റെ കാലിലായതായിരിക്കും. എവിടെ നോക്കട്ടെ, നോക്കൂ. ഇതങ്ങനെയല്ല, കാല് മര്യാദക്ക് വൃത്തിയായിട്ട് കഴുകാത്തോണ്ടാവും. പോയി കഴിയിട്ട് വേണം. ദോശ കഴിച്ചിട്ട് കഴുകിയ പോരമ്മ. കാല് കഴിയിട്ട് ദോശ കഴിച്ചാൽ മതി. ചെല്ലേ. അമ്മൂമ്മ സാധാരണ കൈ കഴിയിട്ടല്ലേ ദോശ കഴിക്കുക? ചാവാൻ പോണം, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. ഒരു മിനിറ്റ് അച്ഛൻ, ഞാൻ ഇത്രയും കഴിച്ചാൽ മതി കേട്ടാ. ഇത്രയും കഴിച്ചുകൊണ്ടാണ് നെട്ടങ്ങ് ഇറങ്ങിപ്പോയല്ല. അപ്പൊ ബാക്കി ഇത്ര പോയ ഞാൻ എനിക്ക് കഴിക്കാനും. പെട്ടെന്ന് അസഹിക്കതാ തറ വീണു, എടുത്തോണ്ട് ആശുപത്രി കൊണ്ടു. അയ്യോ അച്ഛാ, എന്നിട്ട് കുട്ടത്തിരിക്കാൻ പറ്റിയോ? കുട്ടത്തിരിക്കാൻ രക്ഷപ്പെട്ടു. പക്ഷെ കഷ്ടപ്പെട്ടാണ് കല്യാണമായിട്ട്. അതെന്താ അച്ഛാ? പൊന്നുമക്കളെ, പിറ്റേ ദിവസം കല്യാണമല്ലേ? സദ്യ കൊടുക്കണ്ടേ? വല്ല കഴിക്കണ്ടേ ആൾക്കാർക്ക്? അവർക്കൊരു കാറ്ററിംഗ് കാര്യം പിടിച്ച് കാര്യം കഴിക്കാൻ പാടില്ലായിരുന്നു. 12-ാം മണിക്ക് ഏത് കാറ്ററിംഗിനെ വിളിക്കും? നീ എന്ത് ചെയ്ത് വീശി കൊടുത്തോ? ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ട മോള്. അമ്മമ്മയുടെ ബാഗിനകത്ത് കുഴമ്പിരിപ്പുണ്ടെങ്കിൽ എടുത്തോണ്ട് കേശു പോയി എടുത്തിട്ടാ. നീ എടുത്തോണ്ട് പാടി, ഒന്ന് പോയിട്ട് പോ ആരെങ്കിലും. അടുത്ത അവൾക്ക് ഇപ്പൊ ഒച്ചെടുക്കാം. ഈ കാലുവേദനകളെ കുഴപ്പം നടുവേദനയ്ക്ക് പ്രതി കഴിഞ്ഞ് നടുവേദന പോകുമോ? മോനെ, എല്ലാ വേദനയ്ക്കും നല്ലതാന്നാണ് വൈദ്യം പറഞ്ഞത്. അമ്മമ്മ പള്ളി കഴിക്കുന്നതാണ്. കാശില്ലാത്ത ചേട്ടൻ കാശ് വീശുന്നൊക്കെ ഡയലോഗ് അടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാശുള്ള ഞാൻ കാശെടുത്ത് വീശൂല കേട്ടാ. അങ്ങനെ ഇപ്പൊ എന്റെ കാശ് കൊണ്ട് നിങ്ങൾ കരാട്ടെ ഒന്നും പഠിക്കണ്ട. അഹങ്കാരം ചേട്ടാ പോയ സാധനത്തിന്. ജോലിയുള്ളതിന്റെ അഹങ്കാരം നോക്കിയോ, ഞാൻ ഇനി ലക്ഷ്യ മക്കളത് പ്രതികാരം ചെയ്തേക്കും. എടി, ഞാൻ ഒരു ചെറിയ മകനില്ലേ, അവരെന്റെ അടുത്ത് വിഷു കഴിഞ്ഞിട്ടും ചോദിച്ചോണ്ട് വരുമ്പോ ഞാൻ ഒറ്റ എണ്ണത്തിനും കൊടുക്കൂല. ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് എപ്പോഴൊക്കെ ട്രെയിൻ ഉണ്ടേ? അണ്ണാ, രാവിലെ 5:15 5:15 കഴിഞ്ഞാൽ 5:45. പിന്നെ 6:10 കഴിഞ്ഞാൽ 7:20 7:25 10:15. പിന്നെ 1:15 മണി. എടാ, ഇത്രയും ട്രെയിൻ അങ്ങോട്ട് പോകുമ്പോ നീ എന്തിനാ അവിടെ കടിച്ച് തൂങ്ങി കിടക്കണം? നിനക്ക് ആ ട്രെയിനിൽ കയറി അങ്ങ് വീട്ടിൽ പോയി.
പ്രതിഷേധിക്കും. അത് വേണോ? എന്തോ വേണ്ടാത്ത? വേണ്ട ഏട്ടാ. വേണം. ഈ പ്രതിഷേധ പരിപാടികൾക്ക് കവിതയൊക്കെ ഇപ്പൊ ഭയങ്കര മൈലേജാ. പോരാത്തിനുള്ള ഒരു കവിയാണല്ലോ, എഴുതിക്കോ. താങ്ക്സ് ഏട്ടാ, ഞാൻ കവിത റെഡി ആയിക്കോളാം. നീ പടം വരക്കാരിയല്ലേ? അതെ. നീ വരച്ച് പ്രതിഷേധിക്കും. ഓക്കെ ഏട്ടാ. ചേട്ടാ ഡാൻസ് കളിച്ച് പ്രതിഷേധിക്കും. പ്രതിഷേധിക്കാം. നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഓരോ രീതി പ്രതിഷേധിച്ചാലേ ഞാൻ വല്ലതും തിന്ന് പ്രതിഷേധിക്കണ്ട. ഉച്ചയ്ക്ക് ഇവക്ക് ചോറോടെ കൊടുക്കാൻ പറ്റുമോ നിനക്ക് എല്ലാ ദിവസവും? പിന്നെ ഇവൾക്ക് വേണ്ടി ഇനി ആരും ചൂട് വരെ ഞാൻ നടക്കണം. എനിക്കൊന്നും പറ്റില്ല. അയ്യോ, ഇനി ആനഞ്ചൂട് വരെ ഒന്നും പോണ്ട. ഈ വാഴക്കാല ജംഗ്ഷനില്ലേ, അവിടെ നിന്ന് നേരെ റൈറ്റ് ഒരു വളവില്ലേ, ആ വളവിന്റെ അവിടെ ലേഡീസ് ഹോസ്റ്റലില്ലേ, ആ ലേഡീസ് ഹോസ്റ്റലിൽ തൊട്ടിപ്പുറത്ത്. എവിടെ? ആ വളവിന്റെ അവിടെ ലേഡീസ് ഹോസ്റ്റലില്ലേ, ആ ലേഡീസ് ഹോസ്റ്റലിൽ തൊട്ടിപ്പുറത്ത് തന്നെയാണ്. നേരത്തെ പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ രാവിലെ വൈകിട്ടൊക്കെ ഞാൻ തന്നെ കൊണ്ടാക്കി എടുക്കുകയൊക്കെ ചെയ്യാം. പെണ്ണിനാണെങ്കിൽ ഏതാണ്ടൊരു മാലയും 5-6 വളയും ഒരു മോതിരം ഒക്കെ ഉള്ളൂ. ശ്രീധരൻ ഒന്നും ചോദിച്ചില്ല. ആമ്പിള്ളേരായ ഇങ്ങനെ വേണം, ശ്രീധരൻ ഒന്നും ഇല്ലാതെ കെട്ടാൻ തയ്യാറായിട്ട് വരണം. എന്ത് നല്ല തങ്കപ്പെട്ട സ്വഭാവമാണെന്നറിയാം അവന്റെ. അവ ശ്രീധരൻ ചോദിച്ചാണല്ല, പക്ഷെ പെണ്ണുകെട്ടുകാരെ എല്ലാം അറിഞ്ഞു കൊടുത്താണ്. ഈ കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാർ അങ്ങനെയാണ്, എല്ലാം അറിഞ്ഞു കൊടുക്കും. കേട്ടാ, നീ പഠിക്കാത്ത ഞാൻ കേട്ടില്ല. ഇപ്പൊ എന്റെ അച്ഛൻ്റെ അമ്മയുടെ വായിന്ന് നിനക്ക് പലക്ക് പഠിച്ചുവിടാ. പാത്രം വെക്കാൻ പോകേണ്ട വക്കീലൊക്കെ വരുമായിരുന്നു. ഇപ്പൊ ആർക്കാണ് നടക്കേട്? എനിക്കില്ലേ നടക്കേട്? മോളെ മതി മതി, ഓട്ടോ മോളെ മതി. ചായ ഉണ്ടാ? അല്ല, നല്ല ക്ഷീണം. Blue jeans, Air Ones, and a white tee. 06, hanging out the window like E. High feet on one off of. അങ്ങോട്ട് വരണ്ടാ, നിന്റെ അപ്പൂപ്പായി. അച്ഛാ, നമുക്ക് പണിയുടെ നിങ്ങൾ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിച്ചില്ലേ? എന്തിനാ മൊത്തത്തിൽ തീർക്കാനാ? നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എനിക്കിപ്പോ പണ്ടത്തെ കൂട്ടൊന്നും കഴിക്കാനും പെണ്ണത്തെ പോലെ ഇപ്പൊ കഴിക്കണ്ട. ആൾക്കാർ സാധാരണ പിള്ളേർ കഴിക്കുമ്പോൾ കഴിച്ചാൽ മതി. ഇതെന്തെന്ന് നല്ല ജോലിക്കുള്ള അപേക്ഷയാണോ? ഇല്ല, ഇത് കുട്ടമ്പളക്ക് കൃഷിമുള്ള വിസയാണ്. അമ്മ എന്തിനാ ഇവന്റെയൊക്കെ കാല് പിടിക്കണേ? അമ്മയ്ക്ക് ഓടിച്ചു പിടിക്കാൻ വണ്ടി ഓടിക്കാൻ എന്റെ അടുത്ത് പറഞ്ഞാൽ പോരാ, ഞാൻ ഒപ്പിച്ചു തരില്ലേ? നീ മറ്റേ ചിരട്ടയും പാട്ടയും കൊണ്ട് ഉണ്ടാക്കുന്ന ഡമ്മി പീസ് വണ്ടിയല്ല നിങ്ങൾ ഉദ്ദേശിക്കണോ? റിയൽ വണ്ടി, ഒറിജിനൽ വണ്ടി വേണം അമ്മയ്ക്ക് ഓടിച്ചു പിടിക്കാൻ. അതാണെങ്കിൽ വിചാരിച്ചാൽ നടക്കുള്ളൂ. എന്നാ പിന്നെ നീ അധികം ശ്രമിക്കൊന്നും വേണ്ട. ഇപ്പൊ മുടിയുടെ കല്യാണം കഴിഞ്ഞാലും കുട്ടുവാന്റെ കല്യാണം കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല. അത് ശരിയാ. ഈ വീട്ടില് പുതിയൊരു മാമ വന്നിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനല്ലേ? ഉള്ള രസം കൂടെ അങ്ങ് പോകും, അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല. എന്നാ പിന്നെ കുട്ടുവാൻ ഞാനൊരു പെണ്ണാലോചിക്കട്ടെ. ഞാൻ ആലോചിച്ച കുഴപ്പം എന്റെ കൂട്ടുകാരി കൊണ്ട് ചേച്ചിമാർ ഇഷ്ടം പോലെ ഉണ്ട്. കൂട്ടുകാരികളുടെ ചേച്ചിമാര് ശരിയാവത്തില്ല, കൂട്ടുകാരികളുടെ വല്ല ആന്റിമാരും ഉണ്ടെങ്കിൽ നോക്കുക. I'm a bad boy, do good things. Got a lemonade with chicken wings. With a bad bitch and she quite thick. It's the one and only Ego Double G. ഒരു കാര്യം പറയാം, ഇങ്ങനെ പ്രത്യേകം സൂക്ഷിച്ചോണം. വഴിയിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങണം എന്ന് പറഞ്ഞാൽ ഇറക്കി വിട്ടേക്കുന്നത്. എന്താണ് കൊച്ചു പിള്ളേരെ ഉപദേശിച്ച് വിടുമ്പോൾ എൻ്റെ അടുത്ത് ഉപദേശിച്ച് വിടുന്നത്? എന്ത് ഞാൻ കൊച്ചാ? എനിക്കറിയാം. നിങ്ങളെ കാര്യം കൊച്ചു പിള്ളേരെക്കാട്ടും കേടാണ്. എന്നാ നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഇയാളെ ഞാൻ മൂത്രം ഒഴിക്കാൻ പോലും ഞാൻ വണ്ടിന്ന് വിളിയാറും. ഇനി എനിക്കൊരു നീ മൂത്രം ഒഴി. വജ്രാസനം, ശലഭാസനം, മയൂരാസനം, കുക്കുടാസനം. കുക്കുടാസനം പറഞ്ഞു. കുക്കുടാസനമുണ്ട്. അല്ല, നമുക്കിനി നമ്മൾ ചെയ്യാൻ പോണത് മാർജാരാസനം. അതന്നെ ഞാനും ചോദിക്കാൻ വന്ന എന്താ ചെയ്യാൻ പോണേ? മാർജാരാസനം. അച്ഛാ, മാർജാന മറ്റേ പൂച്ചയല്ലേ? ആ പൂച്ച. അപ്പൊ മൂച്ചറാസനവും. മീൻ കറി എനിക്കിഷ്ടമാണ്, പക്ഷെ ഇതിന്റെ മണം 2 തവണ കഴുകേണ്ടി വരും. അപ്പൊ ഒരു തവണ ഞാൻ കഴുകാം, ഒരു തവണ നീ കഴുകുക. ശരി, ഡൺ. പുതിയ വിം ലിക്വിഡിലുള്ളത് ട്രോപ്പിക്കൽ നാരങ്ങയുടെ ഫ്രഷ് ശക്തി. ഇത് മീനിന്റെ സ്മെല്ലിനെ ഒറ്റ വാഷിൽ അകറ്റുന്നു. ഇനി നീ കഴുകുക. അല്ല, മീനിന്റെ സ്മെല്ല് പോയല്ലോ.
എന്റെ സായിന്റെ അതാരെ മാറിക്കാത്തുണ്ട് ഏതായാലും വേണ്ടി ഞങ്ങളുടെ റൂമിലെല്ലാം മാറിക്കാത്തു അതവിടെ കൊണ്ടുവച്ച ചാരി കൊടുത്തോന്റെ കല്യാണത്തിന് ബാബു. എന്നാ പിന്നെ നിങ്ങളെ മുണ്ടിച്ചിട്ടുണ്ടാ ഞാൻ തൊട്ടുണ്ട് അങ്ങോട്ട് പോകാം കല്യാണത്തിന്. ലോകത്ത് എത്രയോ ആൾക്കാർ വെള്ളം ഇല്ലാതെ കഷ്ടപ്പെടുന്നു. ഈ സാമ്പാറിനകത്താണെങ്കിൽ മൊത്തം വെള്ളം. ചേട്ടന് ആകപ്പാടെ അറിയാവുന്ന ജോലി എന്ന് വെച്ചാൽ ഡാൻസ് ആണ്. പിന്നെ അത് വെച്ച് 10 കാശ് ഉണ്ടാക്കാന്ന് വെച്ചാൽ അത് ഒരുപാട് സമയം എടുക്കും. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ സമയം എടുത്തോളൂ. ആ ചേട്ടൻ ജോലിയൊക്കെ ചെയ്ത് നല്ലൊരു നിലയിലെത്തിയിട്ട് കണ്ണടച്ചാൽ മതിയായിരുന്നു. എന്തോന്ന്? അല്ല ചേട്ടൻ ഇപ്പൊ ജോലിക്കൊക്കെ പോയേക്കുമല്ലേ, അപ്പൊ നല്ലൊരു ജോലി ആയിട്ട് ഇങ്ങോട്ട് വന്നത് അത് കണ്ടിട്ട് കിടന്നുറങ്ങിയാൽ മതി എന്ന് പറഞ്ഞതാ. നീ ഇത് കണ്ടോണ്ടിരിക്കാന്നെ നിനക്ക് പറഞ്ഞറിയിച്ചുകൂടെ കൊച്ചിനെ കളിപ്പിക്കുന്നത്? ബാലു ആ പാവപ്പെട്ട വലിച്ചെറിഞ്ഞ എവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിഞ്ഞ അച്ഛനിപ്പിക്കാട് വരും, പ്രശ്നമാകും ഇവിടെ. വലിച്ചെറിയാൻ ഇതിനെ നീ വിശക്കുന്ന വല്ല കൊടടി കൊട. അച്ഛാ പൈസ അയച്ചേ, ഞാൻ പോയി ഷവർമ മേടിച്ചോണ്ട് അല്ലെങ്കിൽ ഇപ്പൊ വരട്ടോ, ഞാൻ കാണിച്ചു കൊടുക്കാം. ATM അച്ഛൻ പൈസ മൊത്തം എടുത്തിട്ട് ചിറ്റപ്പൻ എന്ത് കാണിക്കാൻ ഇട്ടപ്പാ? ചേച്ചി എന്തോ വെച്ച് പറയണേ? അച്ഛൻ വെറും 15,000 രൂപയിൽ എടുക്കത്തുള്ളൂ, ബാക്കി പൈസ മൊത്തം അവിടെ സേഫ് അല്ലേ? ആ നിന്റെ അച്ഛനല്ലേ ആള്, ഒരു ചായ കുടിക്കാനുള്ള പൈസ പോലും ബാക്കി കാണില്ല. അമ്മമ്മക്ക് ചായ കുടിക്കണ അടുക്കള പോയി തിളപ്പിച്ച് കുടിച്ചാൽ പറയാ. അതിന് അക്കൗണ്ടിൽ നിന്ന് എടുക്കണം അമ്മേനെ. ചോദ്യയിൽ കൂതി ചോദിച്ചു പോയവൻ ഓമ്പി. വണ്ടി എടുക്കാൻ പോണോ? പ്രാർത്ഥിച്ചിട്ടുണ്ടോ വണ്ടി എടുക്കാൻ? 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ വിഷ്ണുവിന്റെ അടുത്ത്? എന്തോരം വണ്ടി എന്നറിയാമോ റോഡിലേക്ക്? വണ്ടിയുടെ ബഹളമാണ്. പ്രാർത്ഥിച്ച് വണ്ടി എടുത്ത വണ്ടി അവിടെ ഇവിടെ തട്ടി മുട്ടിയൊന്നുമില്ല. പ്രാർത്ഥിക്ക്. അപ്പൊ എതിരെ വരുന്ന വണ്ടിക്കാരനും പ്രാർത്ഥിക്കാതെ വണ്ടി എടുത്ത് നമ്മുടെ വണ്ടി ഒന്ന് തട്ടിയ. എന്റെ നിങ്ങളെയും കൊച്ചുനാളില് നമ്മളെ രക്ഷകർത്താക്കള് നമ്മളെ അടിക്കുകയും വഴക്ക് പറയും വീട്ടിൽ നിന്ന് കടിച്ചിറക്കിയിട്ടില്ലേ? നമ്മളിവിടെ നാട് വിട്ട് പോയാ എന്തിനാ? എന്നാ ഞാൻ പോയിട്ടുണ്ട് ചേട്ടാ, നാട്ടിൽ പോയിട്ടുണ്ട് ഒരു 3 തവണ. എന്നിട്ട് പട്ടണത്ത് ചാവാറായപ്പോ പിന്നെ തിരിച്ചു വന്നു വീട്ടില്. My bag,